മഴ കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് നമ്മൾ കുറെ പ്രവാസികൾ കേട്ടോ. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനേക്കാളും കഷ്ടമാണ് 40 ദിവസങ്ങൾ കാത്ത് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന നമ്മുടെ അവധി ദിവസം എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ റൂംമേറ്റ്സ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് അങ്ങനെ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. കിച്ചണിൽ നമ്മൾ റെസ്റ്റ് കൊടുത്തു. എന്നിട്ട് നമ്മൾ പുറത്ത് പോകാൻ തീരുമാനിച്ചു കേട്ടോ. പുറത്ത് പോകുന്ന നടന്നിട്ടൊക്കെ വരാന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം കൂടെ ഇറങ്ങി. കേട്ട പാതി കേൾക്കാത്തവരെ എല്ലാം കൂടെ ചാടി ഇറങ്ങി കേട്ടോ. അങ്ങനെ വിചാരിച്ച് പുറത്തിറങ്ങി അടിയും തല്ലും ബഹളമൊക്കെ ആയിട്ട് നിന്ന് ചോദിച്ചു ഒരു ചായ കുടിച്ചിട്ട് വന്നാലോ എന്ന് ചോദിച്ചു. നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ പോകുന്ന ഒരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ ചായക്കടയിൽ നിന്ന് കുടിക്കുന്ന ആ ഒരു ഫീലാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അതായത് നമ്മളെ തനി നാടൻ ചായ എന്നൊക്കെ വേണമെങ്കിൽ പറയില്ല, ആ ഒരു ടേസ്റ്റ് അവിടെ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. ആ ഒരു ഫീൽ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മലബാർ ഏരിയയിലേക്ക് സ്നാക്സുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉന്നക്കായ, കായപ്പോള, അതുപോലെ പഴനിറവ്, അങ്ങനെയുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെല്ലാം ഇവിടെ കിട്ടാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇന്ന് എടുത്തതെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഉണ്ണിയപ്പോ അതുപോലെ തന്നെ പഴംപൊരിയാണ്. പഴംപൊരി എന്ന് പറയുമ്പോൾ വാഴക്കപ്പം, നമ്മളാട്ടി വാഴക്കപ്പം എന്നാണ് പറയുന്നത് കേട്ടോ. പഴംപൊരി എന്നൊക്കെ ഞാൻ ഇവിടെ ഒന്ന് പറയാൻ തുടങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഈ പയ്യൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക നമ്മളെ ഒരു വൈബായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇവൻ ഇവിടെ ഉള്ളതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ പോണത് കേട്ടോ. അങ്ങനെ ഞാൻ മാത്രമല്ലായിരുന്നു, നമ്മുടെ ഷെഫീഖ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അശ്വിൻ ഉണ്ടായിരുന്നു, നമ്മുടെ ക്യാമറമാൻ അൻഷാദ് ഉണ്ടായിരുന്നു, പിന്നെ ആരാണ് നമ്മുടെ സെബിൻ ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.